ഹലോ ഗൈസ്, എപ്പോഴും ഞാനാണ് തൊട്ടിലേക്ക് എടുക്കല്. പക്ഷെ ഇന്ന് ഇതാ പണ്ടത്തെ കൂർക്കളെ ഫേസ് മാസ്ക് ഇട്ട് എന്റെ ചെങ്ങായിക്ക് ഒരു പൂതിട്ട തൊട്ടിലേക്ക് എടുക്കണമെന്ന്. ഇറങ്ങി കൊടുത്തില്ലെങ്കിൽ ചില പെണ്ണുങ്ങളെ മാതിരി ഓൻ വേഗം തെറ്റണ അസുഖമുള്ളതുകൊണ്ട് ഞാൻ വേഗം മാറി കൊടുത്തു. ഈ ചെങ്ങായി പുതപ്പം മൂടിയാണ്ട് ഉറങ്ങണം എന്നിട്ട് നമ്മള് ഹോട്ടലിൽ പോയാണ്ട് ഒരു പയമ്പൊരി പാർസൽ എന്ന് പറയുമ്പോൾ ഹോട്ടലുകാർ പയമ്പൊരി പൊയിഞ്ഞു തരൂല, അതേമാതിരി ഉണ്ടല്ലേ. എനിക്കിപ്പോ സ്ഥലം കൊടുത്തപ്പോഴേ ഓൻ തൊട്ടിലിന്റെ സുഖം അറിഞ്ഞതിന്റെ ശേഷം ഞാൻ ഇപ്പൊ പുറത്തായി. ഇപ്പൊ ഒട്ടകത്തിന് സ്ഥലം കൊടുത്ത മാതിരിയായി. നമ്മളെ അമ്മമാരൊക്കെ പെരേന്ന് മീൻ മുറിക്കുമ്പോഴേ പൂച്ചകൾ ഇങ്ങനെ കാത്തുക്കൂല, എപ്പൊ കയ്യും വിചാരിച്ചുകൊണ്ട് അതേമാതിരി ഞാൻ ഇങ്ങനെ കാത്തുക്കുക, അപ്പൊ കയ്യും എന്നിട്ട് കിടക്കുക. ഈ ചേരപ്പ ജാതിയാണെങ്കിൽ നീക്കണമില്ല. തൊട്ടില് കിട്ടൂല എന്ന് ഉറപ്പായപ്പോഴേ ഞാൻ എന്റെ ചെങ്ങായിന്റെ ഒപ്പം സീറ്റുമ്മല് സാധാ പോലെ കിടക്കുക വിചാരിച്ചിട്ട്. അപ്പൊ എന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ക്യാമറ വന്നിട്ടുണ്ടെങ്കിൽ ഇവനെ ഏത് തൊപ്പിട്ടുണ്ടെങ്കിൽ അത് ഊരിയാണ്ട് മുടി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയാണ്ട് തല നടക്കും. ഇനി ഞാൻ ഒന്നും കൂടി നീച്ചാണ്ട് ഒന്നും കൂടി ഓനെ ക്യാമറ എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോഴും ഓനെ അതേമാതിരി ആക്കും. അത് ഈ ഫോട്ടോ എടുക്കണതിന്റെ എന്തോ നരമ്പ് ഇളകിയിട്ടാണ് ഡോക്ടർ പറഞ്ഞത്. പിന്നെ ഞാനൊന്ന് ബാത്റൂം പോയി അയച്ചിട്ട് അപ്പോഴാണ് മനസ്സിലായത് ഞാൻ ജീവിതത്തിൽ കയറിയ ട്രെയിനിലെ ബാത്റൂമിൽ ഏറ്റവും വൃത്തിയുള്ള ബാത്റൂം ഇതാണ്. ഇതിന്റെ പേരെന്താണെന്നൊന്നും അറിയില്ല കേട്ടോ ഈ ട്രെയിനിന്റെ. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ ഏതോ ഒരു തടിയുള്ള ചെങ്ങായിന്റെ കമ്പിളി പൊതപ്പിന്റെ ശീലോണ്ട് അടിച്ച ഷെഡി അവിടെ വെച്ച് മറന്നു കിട്ടാ. നിങ്ങൾ ഏതെങ്കിലും തടിയുള്ള ചെങ്ങായിമാർ ആരെങ്കിലും ആണെങ്കിൽ ചോദിച്ചു നോക്കി ചിലപ്പോൾ എന്തെങ്കിലും ആണെങ്കിലോ. ഈ ബാത്റൂം നല്ല വൃത്തിയുള്ളതുകൊണ്ട് അടുത്ത ബാത്റൂം കണ്ട് ചാടിയതിന് ഇട്ട അവിടെ നെല്ലിക്ക കൊപ്പിലിട്ടച്ച മാതിരി എന്തൊക്കെയോ സാധനങ്ങൾ അയക്ക് വികാത്ത ഭാഗ്യം. ഈ ബംഗാളി ആണെങ്കിൽ രാത്രി മുഴുവൻ ഈ കമ്പിളി പൊതപ്പും പൊതിച്ചാണ്ട് ആ ബാത്റൂമിന്റെ പടിമേൽ തലച്ച് കിടക്കാനുണ്ടായി. ഇപ്പൊ നല്ല ഉറക്കിന് ശേഷം ആള് മടക്കി വെക്കുക ഡ്രസ്സൊക്കെ. വരെ പോയിട്ട് ഇതൊക്കെ ചുടുവെള്ളത്തിട്ട് കെയ്യാൻ മതിയെനി പഠിച്ചോണം, അല്ലെങ്കിൽ ഓന്റെ മേത്ത് മുഴുവൻ ആ പൊതപ്പുമുള്ള സൂര്യകാന്തി പൂ മുളയ്ക്കാൻ സാധ്യതയുണ്ട്.